റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ. ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തി. ന്യൂസ് 18 അന്വേഷിക്കുകയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ. പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കണ്ടേ. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമാണ്. ഹൈക്കോടതിയുടെ കർശന ഉത്തരവുണ്ടായിട്ടും നഗരത്തിലെ ഫുട്പാത്തുകൾ ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങളും വഴിയോര കച്ചവടക്കാരും കൈയടക്കിയിരിക്കുകയാണ്. ആ കാഴ്ചകൾ ഒന്ന് കാണാം. കാൽനടയാത്രക്കാർക്കായി നിർമ്മിച്ച ഫുട്പാത്ത്. എന്നാൽ ഇന്ന് തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളായ സ്റ്റാച്യു, ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, മരപ്പാലം ഭാഗങ്ങളിലെ ഫുട്പാത്തുകൾ കച്ചവടക്കാരുടെ പ്രദർശനവേദിയായി മാറിയിരിക്കുകയാണ്. വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, ഗൃഹോപകരണങ്ങൾ, പരസ്യ ബോർഡുകൾ, ഇങ്ങനെ ഫുട്പാത്തിന്റെ വലിയൊരു ഭാഗം കയ്യേറിയതോടെ കാൽനടയാത്രക്കാർക്ക് റോട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. നടക്കാനൊരു ഇത്രയും കച്ചവടക്കാരെ കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അവരിങ്ങനെ ശല്യം പോലെ തോന്നാറുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. രണ്ടുപേർക്കും ഇങ്ങനെ നടക്കാനൊന്നും പറ്റൂല. കൂടെ വീതിയൊക്കെ കൂടെ വേണമായിരുന്നു. കടകളൊക്കെ ഇരിക്കണം ബുദ്ധിമുട്ട് തന്നെ. അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഇപ്പത്തോട്ട് മാറുമ്പോൾ നമ്മളെ കടയിൽ തട്ടും. അപ്പൊ അവര് വഴക്ക് കുറയും, നോക്കി പോകാൻ പറയും. റോഡിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ വണ്ടികളൊക്കെ വരുമ്പോ നമുക്ക് പേടിയല്ലേ. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കയ്യേറ്റങ്ങൾ വർഷങ്ങളായി തുടരുകയാണ്. ഫുട്പാത്തുകൾ കയ്യേറി ഹോട്ടലുകളുടെ മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പതിവ് കാഴ്ചയായി. ഫുട്പാത്ത് കയ്യേറ്റം അവസാനിപ്പിക്കണമെന്ന് ആവശ്യത്തിനൊപ്പം ബദൽ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണമെന്നും വഴിയോര കച്ചവടക്കാർ പറയുന്നു. നമുക്ക് എന്തെങ്കിലും സൗകര്യമുള്ള സ്ഥലം കിട്ടാതെ നമ്മൾ മാറ്റിയിരുന്നൊരു കാര്യമല്ല. ഒന്നിലും മാർക്കറ്റ് സൗകര്യം, ബിസിനസ് മേഖല എല്ലാ സ്ഥലത്തും കൊണ്ടിട്ടിട്ട് കാര്യമല്ല. നമുക്ക് ഇതിനെ കൊണ്ട് മൈതാനത്തിനകത്തോട്ട് ആരും വരില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കടമുറിയിൽ തന്ന ബിസിനസ് മേഖലയുള്ള കടമുറിയിൽ തന്ന നമ്മൾ അവിടെ പേരിക്കാം. അല്ല, വഴിയോര കച്ചവടമാണ് ലോകം മൊത്തം ഉള്ള വഴിയോര കച്ചവടം. അല്ല, കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, ലോകം മൊത്തം ഉണ്ട്. അതിനുള്ള സജ്ജീകരണം സർക്കാർ ചെയ്യുക, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടു തന്നിട്ടൊന്നും വലിയ കാര്യമില്ല. വഴിയോര കച്ചവടക്കാർ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഇതുപോലെ നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടം നിയമവിരുദ്ധമാണ്. സർക്കാർ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി നൽകണം. നടപ്പാതകൾ കാൽനട യാത്രക്കാർക്കുള്ളത് മാത്രമാകണം. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.